ഹലോ ഹലോ, എന്തു പറ്റി? ഒന്ന് ഹോസ്പിറ്റൽ വരെ പോണം, ഒരു അർജന്റ് കേസ്. നന്ദേട്ടാ, ഈ നേരത്തെ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാ. ഒരു 10 മിനിറ്റ്. ഏതോ ഒരു MLAക്ക് ഹാർട്ട് അറ്റാക്ക്. ഹോസ്പിറ്റൽ വരെ ചെല്ലാനാ പറയുന്നത്. അവിടെ ഫംഗ്ഷന് വന്നിട്ടുള്ളത് നമ്മൾ വിളിച്ച ഗസ്റ്റുകളാ. അവരോട് എന്താ പറയാ? നീ ഇങ്ങനെ ചോദിച്ച ഞാൻ എന്താ പറയാ? എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി. നീ കേട്ടതല്ലേ കോള് വന്നത്? ഒരു കോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫംഗ്ഷനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ആരെ കൊണ്ടെങ്കിലും വിളിപ്പിച്ചതാണോന്ന് എന്റെ സംശയം. ഇല്ല, ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. MLA അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഉണ്ടാവും. ആ, ഓക്കെ, ആദ്യം പരിപ്പിച്ചോളാം. ശരി, ഏറ്റു. നീ മോളെ കൊണ്ട് എന്റെ ക്യാബിനിലിരിക്കും. ഡോക്ടർ നന്ദഗോപൻ, എന്താണ് ഇപ്പോൾ MLAയുടെ അവസ്ഥ? ഞാനിപ്പോ വരുന്നതല്ലേ ഉള്ളൂ. അകത്ത് പോയി പേഷ്യന്റിനെ കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റും. പ്ലീസ്. ഡോക്ടർ എന്താണ് ഇത്രയും വൈകിയത്? ഞാൻ എന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് പോകുകയായിരുന്നു. ഈ വിവരം പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ. ഹാർട്ട് അറ്റാക്കായി MLA പാലപ്പെട്ടി അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് പ്രധാന ഡോക്ടർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയായിരുന്നു. പാർട്ടി കഴിഞ്ഞ് ഈ വൈകിയ വേളയിൽ ഹോസ്പിറ്റലിൽ എത്തിയ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ആശങ്ക പങ്കുവെക്കാൻ മണ്ഡലം പ്രസിഡന്റും യുവ നേതാവുമായ സുനീഷ് നമ്മളോടൊപ്പം ചേരുന്നു. സുനീഷ്, എന്താണ് ഈ ആശങ്കയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും പ്രതീകവും പ്രതീക്ഷയുമാണ് പാലപ്പെട്ടി MLA. വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. ഹലോ, ഡോക്ടർ നന്ദഗോപൻ കൃത്യസമയത്തിന് വന്നു. അതാണെന്നേ കുഴപ്പമായത്. എന്നാലും പ്രതീക്ഷ കൈവിടണ്ട. താൻ തിരുവനന്തപുരത്ത് ഇപ്പൊ തന്നെ വെച്ച് പിടിച്ചോ. അതെ, എല്ലാം ഒത്തുവരും. ഇപ്പോഴേ മുറുക്കി പിടിച്ചില്ലെങ്കിൽ അടുത്ത MLA സ്ഥാനം ആണുങ്ങൾ കൊണ്ടുപോകും. വിവരങ്ങളൊക്കെ ഞാൻ അപ്പൊ പറയിച്ചോളാം. പാലപ്പെട്ടി ഇവിടെ പെട്ടിയിലായാൽ അപ്പ വിട്ടേക്കണം അവിടെ സീറ്റ്. മനസ്സിലായോ? പാലപ്പെട്ടിക്ക് ജയ്. എന്ത് ചെയ്യാനാ അമ്മേ? ICUവിൽ കയറിയിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതോ MLA ആണ് സീരിയസ് ആയിട്ട് കിടക്കുന്നത്. അല്ലാതെ അവന്റെ അച്ഛനൊന്നും അല്ലല്ലോ. പെട്ടെന്ന് വരാൻ പറ. നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇവരോടൊക്കെ ഞാൻ എന്താ മറുപടി പറയാ? അമ്മേ, ഞാൻ പെട്ടെന്ന് വരാം. ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. Sir, the pulse was down. The patient came in gasping. Abnormal heart rate was observed. How about his BP? Diastolic is high. Check his status. Sir, sure. ഗീതേ, നന്ദേട്ടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു ഹോള് നിറയെ ഗസ്റ്റുകൾ വെയിറ്റ് ചെയ്യാം. MLAക്ക് എതിരായിട്ടും ബോധം വന്നിട്ടില്ല. ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ അത് വേറൊരു ഇഷ്യൂ ആവും. ഇവിടുത്തെ ആളുകളുടെ ബഹളം നീയും കണ്ടതല്ലേ. എന്നുവെച്ചാ പോണ്ടെന്നാണോ? ഞാൻ ഇവിടെ മുള്ളിന്മേൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അമ്മയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ ഗീതേ. ഞാനിതാ വരുന്നു. ഗീത, നീ ഒരു കാര്യം ചെയ്യ്. പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ല്. നീയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു സമാധാനവും. MLAക്ക് ബോധം വന്നാൽ ആ നിമിഷം ഞാൻ അവിടെ എത്തും. അയാൾക്കൊരിക്കലും ബോധം വന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷന് വേണ്ടെന്ന് വെക്കൂ. പറയിപ്പിക്കണ്ട. ഗീതേ, പാലപ്പെട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നികത്താനാവാത്ത വിടവാണ്. കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നികത്താനാവാത്ത ഒരു വിടവാണ് പാലപ്പെട്ടി. ഒരു മിനിറ്റ്, അറിയത്തിന് 350 രൂപ പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മുടെ MLAക്ക് വേണ്ടില്ലേ. പിന്നെ 500 ഇടബില്ല് മേടിച്ചോളാം. അതെനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പാലപ്പെട്ടി അമ്മേ, ആരും ഒന്നും കഴിക്കാതെയാണല്ലോ പോകുന്നത്. കേക്ക് കട്ട് ചെയ്യാതെ ആരെങ്കിലും ഫുഡ് കഴിക്കും? ഒരാളെ കാത്തിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. ചേച്ചി, പ്രോഗ്രാം ക്യാൻസലായെന്ന് പറഞ്ഞ് സുധേട്ടൻ ആകെ സങ്കടത്തിലാ. സാറേ, എന്തു പറ്റി? സാറേ, ഡ്രിങ്ക്സ് ഒന്ന് പോടോ. മനുഷ്യനിവിടെ അന്തോ കുന്തലിയുടെ നിശ്ചലായി നിൽക്കുമ്പോഴാ അയാളുടെ ഒരു കള്ളുകൂടി. എന്തു പറ്റി സാറേ? ഇനി എന്ത് പറ്റാനാ? ഫംഗ്ഷനൊക്കെ കൊള്ളായില്ലേ?
വേഷം കെട്ടി തിത്തേ തകുന്നു കളിക്കാൻ വന്ന ഞാൻ മണ്ടൻ. ഒരു വേദി മിസ്സാകുന്ന കലാകാരന്റെ ഹൃദയവേദന തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലടോ. നന്ദഗോപൻ സാറിനെ ഇപ്പൊ തന്നെ ടി വി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ടി വിയിൽ കണ്ടിട്ടെന്തിനാ, പുഴുങ്ങി തിന്നാനാ? നേരിട്ട് കാണണോ. സംഗതി എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് വലിയ പേരെടുത്ത ഡോക്ടറൊക്കെ ആയിരിക്കും. പക്ഷെ കൃത്യനിഷ്ഠ സ്റ്റേജിന്റെ പരിസരത്തൂടെ പോയിട്ടില്ല. സാർ ഇങ്ങനെ വിഷമിച്ചാലോ, ഒന്നെടുത്ത് കഴിക്ക്. വലിയ വലിയ ആളുകളാവുമ്പോ മിസ്സിംഗ് ഒക്കെ പതിവല്ലേ. താൻ എന്നെ കുടിയനാക്കാൻ വന്നിരിക്കുക. എന്തായാലും ടെൻഷനായി പോയില്ലേ, ട്രയോടെ ഇവിടെ വെച്ച് പൊക്കം. കള്ളൻ MLA ജീവൻ ഡോക്ടർ നന്ദോവന്റെ കൈകളിൽ എന്നാ ടി വിയിൽ കാണിക്കുന്നത്. ഓ വലിയ കാര്യമായി പോയി. MLA കാറ്റ് പുറത്തേക്ക് തള്ളുമ്പോ അങ്ങനെ കാറ്റ് അകത്തേക്ക് തള്ളും. ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും തള്ളാൻ തുടങ്ങിയിട്ട് മണിക്കൂർ എത്രയുന്ന രണ്ടുപേർക്കും ബോറടിക്കില്ലടോ. അതൊന്നും സാരില്ലടോ, താനിരിക്കേ. ടീന, ഐ എം റിയലി സോറി. ഏയ്, തനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഡോക്ടർ വരില്ലായിരിക്കും അല്ലേടോ. ഇത്രയും തിരക്കുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ കൊഴു കിട്ടുന്ന നല്ലൊരു ദിവസം നോക്കി അന്ന് വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല, നിന്റെ ഒറ്റ ഒരാടെ നിർബന്ധം കൊണ്ടാ. കൂടെ പഠിച്ച ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു ഒന്ന് കണ്ണു തെറ്റിയാലേ ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന ബിസിനസ് അല്ലേ, അറിയോ നിനക്ക്? സോറി ഗീത. എനിക്ക് നഷ്ടം വന്ന ആ കാശ് നീ തരും എനിക്ക്. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ഡോക്ടർ ഞങ്ങൾക്കാർക്കും തിരക്കില്ല. തൃപ്തിയായല്ലോ. ആ തങ്കം നായർ ചോദിച്ചതേ ഡോക്ടറായിട്ട് ഈ ജില്ലയിൽ നന്ദഗോപം മാത്രമേ ഉള്ളൂന്നാ. എന്ത് ചെയ്യാൻ, ഇവനെ കൊണ്ട് ഈ സൊസൈറ്റിയിൽ തലതാഴ്ത്തി നടക്കാനാണ് യോഗം. ഇത് വിവാഹ വാർഷികമല്ല, എന്റെ ചരമവാർഷിക. അമ്മ എന്തിനാ ചേച്ചിയെ വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ എന്റെ സങ്കടം പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മേ, സമയം 10 ഈ ഹോള് ഒഴിഞ്ഞു കൊടുക്കണം. വല്ലതും കഴിച്ചിട്ട് വീട്ടിൽ പോവാൻ നോക്കാം. ഈ സുധേട്ടനിത് എവിടെ പോയി കിടക്കുക? എക്സ്ക്യൂസ് മീ മാഡം, ഗസ്റ്റുകളിൽ പലരും ഫുഡ് കഴിക്കാതെ പോയത്. ഓർഡർ ചെയ്ത ഭക്ഷണം വേസ്റ്റ് ആവുന്നൊരു സംശയം. വേസ്റ്റ് ആവുടോ, അതെല്ലാം നീ എന്നെ ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുക്കോ. ഡോ, ആ ചിക്കൻ ഫ്രൈഡ് മൂടി തുറക്കണ്ടോ. വെളിച്ചം കണ്ടാലേ ചിലപ്പോ കോഴി എണീറ്റ് നിന്ന് കൂവും. സുധേട്ടാ, എന്താ അത്?